നമ്മൾ സായാഹ്ന യാത്രയിലേക്ക് പോകുന്നു. അമ്പൂരിയിലേക്കാണ് നമ്മുടെ യാത്ര. അമ്പൂരിയിലെ കരിമൻകുളം കടത്ത് കടവ്, അവിടേക്കാണ് പ്രാദേശിക ടൂറിസത്തിന് ഏറെ സാധ്യതകൾ ഉള്ള ഒരിടം നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺമോഹനാണ് ഈ കടവിലേക്ക് യാത്ര ചെയ്യുന്നത്. നിരവധി പേരാണ് അവിടെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ എത്തുന്നത്. അത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്ന ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെ പൂർണ്ണ തോതിലേക്ക് കൊണ്ടുവന്നാൽ വലിയ ടൂറിസം സാധ്യതകളാണ് അവിടെ ഉള്ളത് എന്ന് അരുൺ പറയുന്നു. നമുക്ക് ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം എത്താം. പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിവെക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് അമ്പൂരിലെ മായംകടത്ത്. ഞായറാഴ്ച എന്നല്ലാതെ എല്ലാ അവധി ദിവസങ്ങളിലും വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് ഈ കടവിലേക്ക്. നമുക്കറിയാം, മനസ്സിലാക്കാം അമ്പൂരിലെ വിശേഷങ്ങൾ. ഞാൻ മിക്കവാറും ഹോളിഡേയ്സ് ഒക്കെ വരാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീന്തലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കാരണം ഇത് കുറച്ച് ദൂരം നമുക്ക് ഇതിൽ ഈ വെള്ളത്തിലൂടെ ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. പിന്നെ നെയ്യാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടു തന്നെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതാണ്. അപകടമില്ലാത്തൊരു ഒഴുക്കാണ്. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറയുന്നത് കര തന്നെ കുറച്ച് ഉള്ളിലോട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അപകടമായിട്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരും അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇവിടെ ആഴം കുറച്ച് ഉള്ളിലോട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയുണ്ട് അമ്പൂരിയെ കുറിച്ച് പറയാൻ? എന്താണ് അമ്പൂരിയുടെ സൗന്ദര്യം? അമ്പൂരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് അമ്പൂരി. സാധാരണ നമ്മളിവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും ഇത്രയും കാലങ്ങളായിട്ട് നമുക്കിത് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ഒരു മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് അമ്പൂരി മായോ എന്ന് പറയുന്ന ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടോയെന്ന്. അപ്പോഴാണ് ഞങ്ങൾ അതിശയിച്ച് പോയത്. പക്ഷേ നമ്മളിവിടെ അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ വരാറുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാറുണ്ട്, അത് പോയിട്ട് കൂട്ടുകാരിലായിട്ട് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഇത്രയും പൈസ മുടക്കി പോയിക്കൊണ്ടിരുന്നത് ദൂരെയൊക്കെ. പക്ഷെ ഇപ്പോൾ ഇത്രയും തൊട്ടടുത്ത് ഇങ്ങനെ നമ്മൾ ആഴ്ചതോറും വരാറുണ്ട്. കാരണം പിള്ളേരെയൊക്കെ കൊണ്ട് ഒരു മനോഹരമായ കാഴ്ചയല്ലേ. അന്ന് നമ്മൾ അത് മാത്രമല്ല, നമ്മളിവിടെ പാചകമൊക്കെ ചെയ്യാറുണ്ട്. കപ്പയൊക്കെ ഉണ്ടാക്കി, ചിക്കനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വന്ന് പാചകമൊക്കെ ചെയ്ത് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് വൈകിട്ട് ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് നമ്മൾ സാധാരണ ഇവിടെ വന്ന് ഈ പുഴയിലൊക്കെ വന്ന് കുളിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? എന്താണ് ഇവിടുത്തെ മായത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അമ്പൂരി പഞ്ചായത്തിലെ നല്ലൊരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ മായം. ഈ ഒരു വെള്ളവും ഈ റിസർവോയറിൻ്റെ നെയ്യാർ റിസർവോയറിൻ്റെയൊക്കെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇങ്ങനെ കുടുംബസമേതം വന്ന് ഫുഡ് പാചകം ചെയ്ത് കഴിക്കുകയും പിന്നെ ലോ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് കുളിച്ചിട്ടൊക്കെ പോകാനുള്ളൊരു പറ്റിയൊരു സ്ഥലമാണ് ഈ സ്ഥലം. അമ്പൂരി വളരെ മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാലും വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ കുളിക്കാനായാലും നല്ല രസമാണ്. വെള്ളം സർവീസ് ഉണ്ട്. ഇവിടെ വന്ന് കാണാനും ഒരുപാടുണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ ഫാമിലി ആയിട്ട് വരാൻ നല്ല പറ്റിയ സ്ഥലമാണ്. ഫ്രണ്ട്സായിട്ട് വരാൻ നല്ല സ്ഥലമാണ്. ഇവിടെ നല്ല നാട്ടുകാരൊക്കെയാണ്.
അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ അവർ പറഞ്ഞുള്ള അറിവ് അനുസരിച്ച് അവരുടെ അടുത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കുറച്ച് പൈസ എന്നുവെച്ചാൽ ഒരുപാട് ക്യാഷ് ഇല്ലാത്തവർക്കും സാധാരണക്കാർക്ക് ഇവിടെ വന്ന മനോഹരമായ ഈ കാര്യങ്ങൾ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണിത്. ലോ ബഡ്ജറ്റിൽ നമുക്കിവിടെ വന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. സർക്കാർ കുറച്ചുകൂടി ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നാൽ ഈ ടൂറിസം വളരെയധികം നല്ല രീതിയിൽ ഇവിടുത്തെ ടൂറിസം പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഈ വള്ളത്തിൽ തന്നെ അക്കരെയൊക്കെ പോകുമ്പോൾ ഈ സവാരിക്കും എല്ലാത്തിനും നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഈ പ്രകൃതി പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്ന ടൂറിസ്റ്റുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മാലിന്യം ഇവിടെ പഞ്ചായത്തിൻ്റെ ഇവിടെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാനുള്ള. അതൊന്നും ജനങ്ങൾ പിന്നെ വന്ന ആൾക്കാർ അത് ചെയ്യുന്നില്ല. അവർ അപ്പുറത്ത് ഇപ്പുറം കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. അതല്ലെങ്കിൽ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പ്രകൃതി നല്ല എന്ന് പറഞ്ഞാൽ വനമേഖലയാണ്. കൂടുതലും ആസ്വദിക്കാനൊക്കെ വളരെ നല്ലതാണ്. സഖ്യന്റെ മടിത്തട്ടിലെ മനോഹരമായ തീരമാണ് അമ്പൂരിലെ ഈ മായം തീരം. അത് തന്നെയാണ് വിനോദസഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നത്. അരുൺ മോഹൻ, ന്യൂസ് 18.